ഞാനിവിടെ യു എയിൽ വന്നിട്ട് ഏകദേശം 15 വർഷമായി. അപ്പോൾ ഏതൊരു പ്രവാസിയെ പോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സാമ്പത്തിക പരാധീനതകൾ, നമ്മൾ വീടുണ്ടാക്കൽ, കുട്ടികളുടെ വിദ്യാഭ്യാസം, അതൊക്കെ വന്നപ്പോഴുള്ള ടൈറ്റിൽ നിന്നാണ് സ്വാഭാവികമായിട്ട് ഞാൻ എങ്ങനെ മറ്റൊരു ഇൻകം, സെക്കൻഡ് ഇൻകം ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിൽ വന്നത്. എനിക്ക് പറ്റുന്ന ഒരു മേഖലനെ പറ്റി ഞാൻ കൂടുതൽ അന്വേഷിച്ച് അങ്ങനെയാണ് ട്രേഡിങ്ങിൽ എത്തിപ്പെട്ടത്. പിന്നെ ട്രേഡിങ്ങിൽ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള, ട്രസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നുള്ളത് കുറേ അന്വേഷിച്ച്, അപ്പോൾ അങ്ങനെയാണ് ഞാൻ മിഥുൻസ് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞ അക്കാദമിയിൽ എത്തിപ്പെട്ടത്. മിഥുൻസ് മണി മാർക്കറ്റിനെ കുറിച്ച് ഞാൻ അറിയുന്നത് റേഡിയോയിലൂടെയാണ് ആദ്യം അറിയുന്നത്. ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ ഏതൊരു പ്രവാസിക്കും ഏകദേശം ഒരു മിഡിൽ ഒരു 30 കഴിഞ്ഞാൽ ഏതൊരാൾക്കും പ്രാരാബ്ദം വരും. കുറച്ച് നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കാതെ നമ്മൾ ഒരു സെക്കൻഡ് ഇൻകത്തിനെ പറ്റി സ്വാഭാവികമായിട്ട് ആലോചിച്ച് തുടങ്ങും. ഞാൻ ട്രേഡിങ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇസ്ലാമിക വശങ്ങൾ ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഹലാൽ ശരിയ ഫണ്ടുകളുണ്ട്. എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് ശരിക്ക് ട്രേഡിങ് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലോകമാണെന്നുള്ളത്. പിന്നെ സ്കാമേഴ്സും ഒരുപാടുണ്ട്. കാരണം നമുക്ക് തന്നെ സ്ഥിരമായിട്ട് ഫോണുകൾ പല ബ്രോക്കേഴ്സും വിളിക്കാറുണ്ട്. നിങ്ങൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം ഡിസ്കൗണ്ട് റിട്ടേൺ തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേണ്ട, താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാലും വീണ്ടും പിന്നാലെ വരുന്ന ആൾക്കാരുണ്ട്. സോഷ്യൽ മീഡിയ ലോകത്ത് ഒരുപാട് ചാൻസുകൾ നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ ജോലിയോടൊപ്പം തന്നെ ഒരു സെക്കൻഡ് ഇൻകം എന്നുള്ളതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഹലോ, ഇന്ന് നമ്മുടെ കൂടെ സജീറാണ്, ദ ബെസ്റ്റ് ട്രേഡർ ഓഫ് ദ മന്ത്. അപ്പോൾ നമുക്ക് സജീറിൻ്റെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ജേർണി നേരിട്ട് ചോദിച്ചറിയാം. ഹായ് സജീർ. ഹായ്. ഹൗ ആർ യു? ഗുഡ്, ഫൈൻ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സജീറിനെ പരിചയപ്പെടാം. ജോബ് നാട്ടിലെവിടെ, ദുബായിൽ എത്ര കാലമായി, അങ്ങനെ? ഞാനിവിടെ യു എയിൽ വന്നിട്ട് ഏകദേശം 15 വർഷമായി. നിലവിൽ റാസൽ ഖൈമയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു പ്രവാസിയെ പോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സാമ്പത്തിക പരാധീനതകൾ, നമ്മൾ വീടുണ്ടാക്കൽ, കുട്ടികളുടെ വിദ്യാഭ്യാസം, അതൊക്കെ വന്നപ്പോഴുള്ള ടൈറ്റിൽ നിന്നാണ് സ്വാഭാവികമായിട്ട് ഞാൻ എങ്ങനെ മറ്റൊരു ഇൻകം, സെക്കൻഡ് ഇൻകം ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിൽ വന്നത്. പിന്നെ നമുക്കും തന്നെ ഫാമിലിനെ ഇവിടെ കൂടെ നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്. നിലവിലെ ശമ്പളത്തിൽ അവരുടെ വിദ്യാഭ്യാസവും അവരുടെ അക്കോമഡേഷനൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് സ്വാഭാവികമായിട്ട് എനിക്ക് പറ്റുന്ന ഒരു മേഖലനെ പറ്റി ഞാൻ കൂടുതൽ അന്വേഷിച്ച് അങ്ങനെയാണ് ട്രേഡിങ്ങിൽ എത്തിപ്പെട്ടത്. പിന്നെ ട്രേഡിങ്ങിൽ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള, ട്രസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നുള്ളത് കുറേ അന്വേഷിച്ച്, അപ്പോൾ അങ്ങനെയാണ് ഞാൻ മിഥുൻസ് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞ അക്കാദമിയിൽ എത്തിപ്പെട്ടത്. പക്ഷേ മിഥുനിൽ ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കാരണവശാലും മറ്റുള്ളവരെ പിന്നാലെ നിങ്ങൾ ചേരണം എന്നും പറഞ്ഞിട്ട് പിന്നാലെ നടക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ക്ലാസ് കഴിഞ്ഞ് അവർ പോയി നിങ്ങൾ വായോ പൈസ ഇടുമെന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഒരു കാരണവശാലും നടക്കുന്നില്ല. അവർക്ക് താല്പര്യം ഉണ്ടെന്ന് തോന്നുന്ന ആൾക്കാരെ മാത്രം അവർ കോൺടാക്ട് ചെയ്തിട്ട് ഫോളോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് നിങ്ങളുടെ ഒരു നല്ലൊരു ജെന്യൂൻ ട്രേഡറാണെന്ന് തോന്നി. അങ്ങനെയാണ് ഇത് മിഥുനിൽ വന്നിട്ട് ഞാൻ ക്ലാസ്സൊക്കെ എടുത്തിട്ട് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ എത്തിപ്പെട്ട് നിൽക്കുന്നത്. ഇപ്പോൾ മിഥുൻസ് മണി മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്? മിഥുൻസ് മണി മാർക്കറ്റിനെ കുറിച്ച് ഞാൻ അറിയുന്നത് റേഡിയോയിലൂടെയാണ് ആദ്യം അറിയുന്നത്. ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ ഏതൊരു പ്രവാസിക്കും ഏകദേശം ഒരു മിഡിൽ ഒരു 30 കഴിഞ്ഞാൽ ഏതൊരാൾക്കും പ്രാരാബ്ദം വരും. കുറച്ച് നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കാതെ നമ്മൾ ഒരു സെക്കൻഡ് ഇൻകത്തിനെ പറ്റി സ്വാഭാവികമായിട്ട് ആലോചിച്ച് തുടങ്ങും. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് റേഡിയോയിൽ ഞാൻ മിഥുൻ സാറിൻ്റെ ടോക്ക് കേൾക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നതും രജിസ്റ്റർ ചെയ്യുന്നതും മിഥുൻസ് മണി മാർക്കറ്റിൽ. സജീർ പെയ്ഡ് കോഴ്സ് എൻറോൾ ചെയ്തതല്ലേ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ആദ്യം സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത്, അങ്ങനെ ഞാൻ ആദ്യം ശനിയാഴ്ച അവിടെ വന്നിട്ട് ഞായറാഴ്ച ആയിരുന്നു വന്നത്. നമ്മളെ ഫ്രീ കോഴ്സ് എൻറോൾ ചെയ്ത് 2 ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെമോ അക്കൗണ്ട് ഓപ്പൺ ആക്കി തന്ന്, അത് വലിയ കുഴപ്പമില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയ സമയത്ത് ഞാൻ പിന്നെ പെയ്ഡ് കോഴ്സ്, ബേസിക് ആയിട്ടുള്ള ജസ്റ്റ് 1000 ദിർഹംസിൻ്റെ പെയ്ഡ് കോഴ്സ് എടുത്ത്, അതിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അന്ന് ശ്രീ ആയിരുന്നു ക്ലാസ് എടുത്തത്. കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ആയപ്പോഴാണ് പിന്നെ ഞാൻ ലൈവ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് അതിൽ ട്രേഡ് ചെയ്ത് തുടങ്ങിയത്. ഞാൻ ഉഷാറായിരുന്നു, നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. എല്ലാവരും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. ജോലിക്കൊപ്പം ഒരു സെക്കൻഡ് ഇൻകം ഇപ്പോൾ ഏൺ ചെയ്യുന്നുണ്ടല്ലോ, സോ ഹൗ ഡു യു ഫീൽ? ഞാനത് കുറച്ച് നേരത്തെ തന്നെ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എല്ലാവരും ചെയ്യണം. ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകണം. ജോലിയോടൊപ്പം തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നിലവിലുള്ള ഉദ്ദേശം. ചില ആൾക്കാർക്ക് ട്രേഡിംഗ് ഒരു ഹലാൽ അല്ല എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ സജീറിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇസ്ലാമിൽ ഞാൻ ട്രേഡിങ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇസ്ലാമിക വശങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക്
ഹലാൽ ശരിയ ഫണ്ടുകളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത് തന്നെ മിക്സ്ഡ് ഒപ്പീനിയൻ ഉണ്ട്. നമുക്ക് ചില പണ്ഡിതന്മാർ പറ്റുമെന്നും പറയുന്നുണ്ട്, പറ്റില്ല എന്നും പറയുന്നുണ്ട്. ഈ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം ലിവറേജാണ്. ലിവറേജിൻ്റെ കൂടെ കമ്മീഷൻ പല ആൾക്കാരും ഈ ബ്രോക്കേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലിവറേജിൻ്റെ കൂടെ വരുന്ന കമ്മീഷനാണ് ശരിക്കും ഇസ്ലാമിൽ ഒരു പ്രശ്നമായിട്ടുള്ളത്. പക്ഷേ നമ്മുടെ നിലവിലുള്ള മിഥുൻസ് മണി മാർക്കറ്റിൻ്റെ ബ്രോക്കർ ഞാൻ ശരിക്കും അന്വേഷിച്ചിരുന്നു. അപ്പോൾ നിലവിൽ നമുക്ക് കമ്മീഷനൊന്നുമില്ല, ലിവറേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇസ്ലാമിൽ അതൊരു ലിവറേജിന് കമ്മീഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും, ഹലാലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എൻ്റെ അഭിപ്രായം. ട്രേഡിംഗ് ഒരു സ്കാമാണ്, പെട്ടെന്ന് കാശ് ഉണ്ടാക്കാവുന്ന ഒരു തെറ്റിദ്ധാരണയും ഒരു അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സജീറിന് പറയാനുള്ളത്? എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് ശരിക്കും ട്രേഡിങ് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലോകമാണെന്നുള്ളത്. ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സംഭവമുണ്ട്. പിന്നെ സ്കാമേഴ്സും ഒരുപാടുണ്ട്. കാരണം നമുക്ക് തന്നെ സ്ഥിരമായിട്ട് ഫോണുകൾ പല ബ്രോക്കേഴ്സും വിളിക്കാറുണ്ട്. നിങ്ങൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം ഡിസ്കൗണ്ട് റിട്ടേൺ തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നാലെ, നമ്മൾ വേണ്ട താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും പിന്നാലെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സ്കാമേഴ്സ് ഒരുപാടുണ്ട്. ഈവൻ ട്രേഡിംഗ് ബ്രോക്കേഴ്സ് പോലും സ്കാമേഴ്സ് ഒരുപാടുണ്ട്. കാരണം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിഡ്രോവൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നില്ല എന്നുള്ള ഒരുപാട് പരാതികൾ നമ്മൾ പല ഈ സോഷ്യൽ മീഡിയ നമുക്ക് സ്ഥിരം കേൾക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒരു സൈഡിലുണ്ട്. പക്ഷെ നമ്മളത് നല്ല ബ്രോക്കേഴ്സിനെ കണ്ടുപിടിച്ച് നമുക്ക് റിലവബിൾ ആയിട്ടുള്ള ആൾക്കാരെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മേഖലയാണ് ട്രേഡിംഗ് മേഖല എന്നുള്ളത്. ഏകദേശം എത്ര പ്രോഫിറ്റാണ് സജീർ ഉണ്ടാക്കിയത്? പ്രോഫിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സജിനായിരുന്നു എൻ്റെ റിലേഷൻഷിപ്പ് മാനേജർ. അന്ന് ഞാൻ എൻ്റെ ഡെമോ കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് കാശ് ഇടാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു ഓക്കെ നിങ്ങൾ സാവധാനം ചെയ്താൽ മതി, ധൃതിയൊന്നും വേണ്ട. അങ്ങനെ നിങ്ങളുടെ നിർദ്ദേശപ്രകാരം ഞാൻ ജസ്റ്റ് ഒരു $3000 ഇട്ടിരുന്നത്. അപ്പോൾ ഏകദേശം എനിക്ക് ഒരു മാസം കൊണ്ട് തന്നെ എൻ്റെ ക്യാപിറ്റലിൻ്റെ ഏകദേശം ഒരു ഡബിൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, ലോസ് ഉണ്ടായിട്ടുണ്ട് അതിനകത്ത്, പക്ഷെ എന്നാലും ഒരു കുഴപ്പമില്ലാത്തൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏകദേശം ഡബിളാക്കാൻ പറ്റിയിട്ടുണ്ട് ക്യാപിറ്റൽ. ഇനി വരാൻ പോകുന്ന ബിഗിനർ ട്രേഡേഴ്സിന് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? ബിഗിനർ ട്രേഡേഴ്സിന് ട്രെയിനിങ് വരണം എന്നാണ് എനിക്ക് എല്ലാവരും പറയാനുള്ളത്. കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ ലോകത്ത് ഒരുപാട് ചാൻസുകൾ നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ ജോലിയോടൊപ്പം തന്നെ ഒരു സെക്കൻഡ് ഇൻകം എന്നുള്ളതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ട്രേഡിങ്ങിലോട്ട് തന്നെ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ സജീറിൻ്റെ ട്രേഡിംഗ് റിലേറ്റഡ് ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? എൻ്റെ ട്രേഡിംഗ് ഫ്യൂച്ചർ പ്ലാന് ഞാൻ ട്രേഡിങ്ങിനെ കൂടെ കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. ഫ്യൂച്ചറിൽ പെട്ടെന്നല്ല, കാലക്രമേണ ഞാനൊരു പ്രോഫിറ്റബിൾ പ്രൊഫഷണൽ ട്രേഡർ ആവാനാണ് എൻ്റെ പ്ലാന്. കാരണം ട്രേഡിംഗ് എന്നുള്ള ഒരു പ്രൊഫഷൻ ഞാൻ മനസ്സിലാക്കിയത്തോളം ഇത്രയും ഫ്രീഡം ഉള്ള വേറൊരു മേഖല ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളതിനൊരു ബിസിനസ്സാക്കി കണക്കാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ, കാരണം ഞാനന്ന് കോഴ്സിന് വന്നപ്പോൾ ശ്രീ പറഞ്ഞിരുന്നു നമ്മൾ ഇതിനൊരു ബിസിനസ്സാക്കി കണക്കാക്കാന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്ന ലോസിനെ നമ്മളൊരു ബിസിനസ് റൺ ചെയ്യാനുള്ള ഒരു എക്സ്പെൻസായിട്ട് കണക്കൂട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ ബെറ്ററാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് സജീർ, ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഇവിടുന്ന് പ്രോഫിറ്റ് ഉണ്ടാവട്ടെ, ആൻഡ് ഹോപ്പിംഗ് ഓൾ ദി ബെസ്റ്റ് ഫോർ യു. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.